ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേരുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൃഗങ്ങളെക്കുറിച്ചാണ് കേട്ടോ. മൃഗങ്ങളെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ നല്ലൊരു മൃഗസ്നേഹിയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഫേസ്ബുക്കിൽ അങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷനിൽ കയറുന്നത് ഞാൻ കൂടുതലും ഇതുങ്ങളെ വീഡിയോസ് കാണാനും അതുങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ട് ചിലർ സപ്പോർട്ട് തന്നെ റെസ്ക്യൂ ചെയ്യുന്ന ടീമിനെയൊക്കെ ഫോളോ ചെയ്ത് അതൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും കാണുന്നത്. അപ്പോൾ എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ അറിയില്ല, റെസ്ക്യൂ ചെയ്യാൻ എനിക്ക് പേടിയാണ്. എനിക്ക് അതിനുള്ള ഒരു കഴിവ് തന്നില്ല. പക്ഷെ ഞാൻ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കും. ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞാൻ അതുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണം കൊടുത്തിട്ടാണ്. ഞാൻ കാക്കകൾക്കായാലും പൂച്ചകൾക്കായാലും വിശന്ന് വന്നലയുന്ന എന്തിനാണെങ്കിലും, ചിലപ്പോൾ എലികളായിരിക്കും, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ശല്യം ചെയ്യുന്നതാണ്. എന്നിരുന്നാലും അതുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനതൊരു മൃഗത്തിനെയും കൊല്ലാറില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മൈൻഡാണ് ദൈവം തന്നത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്കും ഇതേപോലത്തെ ഒരു മൈൻഡാണ്. അമ്മച്ചി ഒരുപാട് മൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ് മൃഗങ്ങളെ. ഒരു മനുഷ്യന് വിശന്നാൽ അവനെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയാൻ പറ്റൂല. എനിക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ കൈ നീട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം മേടിക്കാൻ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കും അല്ലേ. മൃഗങ്ങൾക്ക് എന്താ പറയുക, അതുങ്ങൾക്ക് നമ്മളെപ്പോലെ കുടലും കാര്യങ്ങളും അവയവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ദൈവം. അപ്പോൾ അവർക്കും ഭക്ഷണം ചെന്നാൽ മാത്രമേ അതുങ്ങൾ ജീവിക്കുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അതുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അഗ്രസീവ് ആകുക സ്വാഭാവികമല്ലേ. അപ്പോൾ അല്ലാണ്ട് മൃഗങ്ങളൊന്നും ആരും ഉപദ്രവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വിശന്നിട്ടോ അവരല്ലെങ്കിൽ അതേ രീതിയിൽ നശിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ടാണോ മാത്രമേ അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു പിടി എങ്കിലും അവർക്കായിട്ട് കൊടുക്കുക, മാറ്റി വെക്കുക. വലിച്ചെറിഞ്ഞ് കളയാനോ അതല്ലെങ്കിൽ തോടൊക്കെ ഉണ്ടാവുക, തോട്ടിലോട്ട് വലിച്ചെറിഞ്ഞ് കളയും, അതല്ലെങ്കിൽ കോഴി കുത്തി മൂടും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റിലാക്കിയിട്ട് കെട്ടി വലിച്ച് ആർക്കും ഇല്ലാണ്ടാക്കി കളയുക. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കാക്കകൾക്കോ പൂച്ചകൾക്ക് നായ്ക്കൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ സന്തോഷം വേറെ രീതിയിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ദൈവം വേറൊരു രീതിയിൽ നമുക്ക് നല്ല സന്തോഷം നമുക്ക് തരും. അതാണ് സത്യം. അപ്പോൾ എല്ലാവരും കഴിയുന്നതും മൃഗങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക. അവരെ കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ വടിയെടുത്ത് അടിച്ചോ ഉപദ്രവിക്കാതിരിക്കുക കഴിയുന്നതും. അത് പറയാം.